വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനമുള്ള രക്ഷിതാക്കളെ, ആദരണീയരായ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സർവശക്തനായ പടച്ച തമ്പുരാനെ അറിയേണ്ട പ്രകാരം അറിയുക എന്നതാണല്ലോ യഥാർത്ഥ തൗഹീദിന്റെ ഉദ്ദേശം. ഭൗതിക അറിവുകളും വിജ്ഞാനങ്ങളും പുരോഗമിക്കുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യർ സംസ്കാര സമ്പന്നനായി തീരേണ്ടതിന് പകരം അവൻ മൃഗതുല്യനായി ജീവിക്കുന്നത് നാം കാണുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ പ്രാധാന്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഏതൊക്കെ അറിവുകൾ മനുഷ്യൻ കരസ്ഥമാക്കിയാലും തന്നെ സൃഷ്ടിച്ച, തനിക്ക് വേണ്ടി ഈ ലോകത്തെ സംവിധാനിക്കുകയും ചെയ്ത പരമകാരുണ്യകനെ മറന്ന് ജീവിക്കാൻ പാടില്ല എന്ന് ഇസ്ലാം നമ്മോട് ശക്തമായി പറയുകയുണ്ടായി. നീ അറിയണം, അവന് അല്ലാഹു അല്ലാതെ മറ്റാരും ആരാധനക്കർഹനായി ആരും തന്നെ ഇല്ല എന്നതാകുന്നു. ഈ കാര്യം പഠിപ്പിക്കുവാനും പ്രചരിപ്പിക്കുവാനുമാണ് ലോകത്തെ പ്രവാചകന്മാർ വന്നത്. നിങ്ങൾ നോക്കൂ, ഇപ്പോൾ എത്ര പേര് അല്ലാഹുവിനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കിൽ ഉച്ചരിച്ചുകൊണ്ട് ജീവിക്കുന്നു, അതനുസരിച്ച് ജീവിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. പക്ഷേ പലരുടെയും ആഗ്രഹം പല വഴിക്കാണ്. അവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ അവർ ചെയ്യുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ പ്രാധാന്യം അവർ തിരിച്ചറിയുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നീ അറിയണം, അല്ലാഹു അല്ലാതെ അവർ ആരാധനക്കർഹനായി മറ്റാരും തന്നെ ഇല്ല എന്നതാകുന്നു സത്യം. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, അത് എല്ലാവർക്കും അറിയാം. എന്നിട്ടും ഇങ്ങനെ ചെയ്യുന്നു, മറ്റു പലരെയും ആരാധിക്കുക. അങ്ങനെയുള്ള കാര്യം നിങ്ങൾക്കറിയാം, ഞാൻ സൂചിപ്പിക്കുന്നില്ല. പക്ഷേ നിങ്ങളൊന്ന് ആലോചിക്കുക, ഇപ്പോൾ പൊതുസമൂഹത്തിലെ സ്ത്രീകൾ അതായത് പൊതുസമൂഹത്തില് ഇപ്പോൾ ഭരണത്തിലാകട്ടെ, പോലീസ് സ്റ്റേഷൻ, കേസ്, കോടതി എന്നുള്ള കാര്യങ്ങളിലൊക്കെ സ്ത്രീകൾക്ക് മുന്നോട്ട് സ്ത്രീകൾ മാത്രം അവരുടെ കാര്യം മാത്രം എടുക്കുന്ന ഒരു അവസ്ഥയാണ് വരുന്നത്. അത് ഒരു തെറ്റായ കാര്യമാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം അവർക്ക് അവരുടേതായ ഒരു കാര്യമുണ്ടാകും, അതുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഈ ഭരണത്തിലൊക്കെ വരുമ്പോൾ, സ്വന്തം വീട്ടിൽ മക്കളുണ്ടാകുമ്പോൾ അവർ ഏത് പ്രവൃത്തിയാണ്
കാരണം അവർക്ക് അത് തെറ്റായ ഒരു കാര്യം ചെയ്യുന്നത് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങൾ നോക്കൂ, ഒരു മാതാവിന്റെ കടമ, ഞാൻ അതിലേക്ക് പോകുന്നില്ല, വളരെ പലർക്കും അത് വിഷമമുണ്ടായേക്കാം, അതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് പറയാത്തത്. മാതാവിന്റെ കടമ, മാതാപിതാക്കൾ മക്കളെ നന്നായി വളർത്തുക, അവരുടെ കാര്യങ്ങൾ നോക്കുക എന്നതാണ്. അവർ അത് എന്തെങ്കിലും ഒരു കുട്ടി പല തെറ്റുകൾ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ മാതാവിന്റെ ഒരു അവസ്ഥ കൊണ്ടല്ല ആ കുട്ടി തെറ്റിലേക്ക് പോകുന്നത്, ആ പിതാവിന്റെ അവസ്ഥയിലേക്കല്ല, അവനെ പഠിപ്പിച്ച അധ്യാപകർ പഠിപ്പിച്ച വാക്കുകളിലേക്കല്ല അവൻ പോകുന്നത്. ഇപ്പോൾ അതുപോലെ തന്നെ ഞാനിന്ന് ക്ലാസ്സിന് പോയി, അവിടെയും പറഞ്ഞിരുന്നു, ഒരു കുട്ടി അവന്റെ സ്കൂളിലെ അധ്യാപികയെ കുത്തിക്കൊല്ലുന്നു. 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. നിങ്ങൾ നോക്കൂ, അവരുടെ മാതാവാണോ അതിന് കാരണക്കാരൻ? അല്ല. ടീച്ചർമാരാണോ? അല്ല. ആരും തന്നെയല്ല, അവൻ തന്നെയാണ് അതിനുള്ള കാരണക്കാരൻ. കാരണം അവനൊരു സിനിമ കണ്ടു, ആ സിനിമയിൽ നിന്നും പിടിച്ചെടുത്ത ഒരു കാര്യമാണ് ആ പ്രവൃത്തിയിലേക്ക് പോകാൻ അവനെ കൊണ്ട് അതിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയത് എന്ന് ആ കുട്ടി പറയാം. ആ കുട്ടി ഇപ്പോൾ ജയിലിലാണ്. ഈ കുട്ടികളൊക്കെ കൊണ്ടാക്കുന്ന, കുട്ടികളെ നോക്കി വളർത്തുന്ന, കുട്ടികൾ തെറ്റ് ചെയ്ത ആ ജയിലിലാണ് അവന്. പക്ഷെ അവന് വലിയ കുട്ടിയായിട്ടില്ല, വലിയ 18-19 വയസ്സായാലാണ് വലിയ കേസായി വരിക, അതിലേക്ക് അവൻ പോയിട്ടില്ല. അവന് നോക്കൂ, അവന്റെ കാര്യം അവൻ നോക്കാതെ അവന്റെ കാരണം, അവൻ കുത്തിക്കൊല്ലാനുണ്ടായ കാരണം, അവൻക്ക് ഹിന്ദിയിൽ മാർക്കില്ല, ഏതോ ഒരു വിഷയത്തിൽ മാർക്കില്ലാത്തത് കൊണ്ടാണ് ആ അധ്യാപികയെ കൊല്ലാൻ കാരണം. അതിന് ആ അധ്യാപികയല്ല കാരണക്കാരൻ, ആ കുട്ടി തന്നെയാണ്. അത് നോക്കൂ, നമ്മുടെ മാതാപിതാക്കളെ അനുസരിച്ച് ജീവിക്കുകയും അവർ പറഞ്ഞ വാക്കുകളിലേക്ക് നാം പോവുകയുമാണ് വേണ്ടത്. മറ്റുള്ള പ്രവൃത്തിയിലേക്ക് നാം തന്നെ മനസ്സിലാക്കിയാൽ മതി, നാം എല്ലാം ചിന്തിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് പ്രവർത്തിക്കുകയല്ല വേണ്ടത്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ മാർഗത്തിൽ തൗഹീദ് മനസ്സിലുറപ്പിച്ച് നല്ല വിദ്യാസമ്പന്നനായ മക്കളായി ജീവിക്കാൻ നമ്മെ അല്ലാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫിലസ്തീനനാ സലാമുനാ മിനാ സലാമുനാ വമിനാ അഹ്ലി ഫിലസ്തീനനാ സലാമുനാ മിനാ സലാമുനാ മിനാ സലാം. أمي عليكم بالعداوة، أمي عليكم بالعداوة، عذابنا بغى عليكم بالغلامة، بالغلامة. جزى الله عن كل الجراح، جزى الله عن كل الجراح، جنابكم يرب على الدوام، على الدوام. نرجو بالكرامة نطلب السلامة، نرجو بالكرامة نطلب السلامة. ومنا أهل فلسطين سلامنا، منا سلامنا. ومنا أهل فلسطين سلامنا، منا سلامنا، منا سلام. أكرم ملتنا أباها، أكرم ملتنا أباها، يرمي النصارى ذلة إلى القيامة، إلى القيامة. نبكي لذكر فلسطين، نبكي لذكر فلسطين، نرجو منها لكن قوة والسلامة، السلامة. نرجو بالكرامة نطلب السلامة، نرجو بالكرامة نطلب السلامة. ومنا أهل فلسطين سلامنا، منا سلامنا. ومنا أهل فلسطين سلامنا، منا سلامنا.
سلام مستاق